ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ വിചാരിച്ച് ലാസ്റ്റ് ഡേ വന്ന് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നിത് എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്കിത് ലൈഫിൽ എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തലേ ദിവസം ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു, കുറച്ച് നേരത്തെ എണീക്കണം, വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഏട്ടൻ പറയുന്നത് നാളെ എനിക്ക് ഡബിൾ ഷിഫ്റ്റ് ആണെന്ന്. സത്യം പറയാമല്ലോ, കേട്ടതും ഞാൻ ഒന്നും ഞെട്ടി കേട്ടോ. ഡബിൾ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഉച്ചക്കലത്തെ ഷിഫ്റ്റിനും കൂടി പോകണം കേട്ടോ. പിന്നെ എന്തായാലും വീഡിയോ എടുക്കണം, എങ്കിൽ പിന്നെ അത് ഒരുമിച്ച് അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അതാണ് അപ്പം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് നാസ്തിക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അകത്ത് നന്ദു എണീറ്റിട്ടുണ്ട്. ഞാൻ എണീറ്റിട്ട് ആകെ ഒരു 5-10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ. അവൻ്റെ അടുത്ത് നിന്ന് ഇതേപോലെ നമ്മൾ എണീറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനവിടെ കിടന്ന ഉറക്കം വരില്ല. അവനും അതേപോലെ എണീറ്റ് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ല, ഫൈനൽ എക്സാം നടക്കുകയാണല്ലോ, SSLCയുടെയും +2ൻ്റെ ഒക്കെ. അപ്പോൾ അവർക്ക് ലീവാണ്. അപ്പം ഞാൻ പറയാം അവൻ്റെ അടുത്ത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കാറേ ഇല്ല കേട്ടോ. അവൻ അപ്പോഴേ എണീറ്റ് വരും. അങ്ങനെ അവനെ ഞാനവിടെ കസേരയിലേക്ക് ഇരുത്തിയിട്ട് പെട്ടെന്ന് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആവാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് കിച്ചണിലേക്ക് പോയിട്ടോ. അപ്പോൾ കിച്ചണിൽ ഞാൻ ഓൾറെഡി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മെഷീൻ ഓണാക്കാൻ വന്നത്. അപ്പോൾ മെഷീൻ ഈ സമയത്ത് ഓണാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ വെള്ളം വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ മെഷീൻ അങ്ങ് ഓണാക്കി പിന്നെ അവിടെ പോയിട്ട് ഇഡ്ഡലിയുടെ മാവൊക്കെ വെച്ചു. അപ്പോഴേക്കും ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടൻ ഒരു 7:30 ആകുമ്പോഴത്തേന് വരും. വന്നിട്ട് നാസ്തയൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും കേട്ടോ. ഒരു 12:30 ഒക്കെ ആകുമ്പോഴാണ് ഷിഫ്റ്റിന് പോകുന്നത്. അപ്പോൾ 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചോറും കറിയൊക്കെ റെഡിയാക്കി കൊടുക്കണം. അപ്പം വന്നപ്പോഴേക്കും ഇഡ്ഡലിയൊക്കെ റെഡിയായി. അങ്ങനെ ഞാൻ 2 ദിവസത്തിനുള്ള മാവാണ് കേട്ടോ അരച്ചത്. അപ്പം ആദ്യത്തെ ദിവസം ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്, ഇനി 2ാമത്തെ ദിവസം ദോശ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോഴും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് CBSEയുടെ ലാസ്റ്റ് എക്സാമാണ് കേട്ടോ. ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഓരോ ദിവസം ഇങ്ങനെ നീക്കി വെച്ച് ലാസ്റ്റ് ഡേ വന്ന് എത്തിയിരിക്കാൻ കേട്ടോ. അതാണ് ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ കിട്ടിയത് നമുക്കിവിടെ അടുത്തല്ല കേട്ടോ, ഒരു 7-8 കിലോമീറ്റർ പോകണം. അപ്പം അവനെ കൊണ്ടുപോകണം, വിളിച്ചുകൊണ്ട് വരണം. പിന്നെ 12 മണിയാകുമ്പോഴത്തേന് ചോറും കറിയൊക്കെ റെഡിയാക്കണം. അതൊരു 8ൻ്റെ പണിയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇല്ലെങ്കിൽ എനിക്ക് സമാധാനത്തെ പോയിട്ട് ഒരു 12:45 ആകുമ്പോഴത്തേന് പോയാൽ മതി. ആഹാരമൊക്കെ വെച്ച് 12:45 ആകുമ്പോഴത്തേന് റെഡിയായി പോയാൽ മതിയല്ലോ. അപ്പം ഇത് കുറച്ച് നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏട്ടന് ചായയൊക്കെ കൊടുത്തിട്ട് ഏട്ടൻ പോയി ഉറങ്ങാൻ പോയി. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, കുട്ടികളൊക്കെ എത്ര പെട്ടെന്നല്ലേ വലുതാവുന്നത്. നമ്മൾ എടുത്തുകൊണ്ട് നടന്നതും കൈ പിടിച്ച് നടത്തിയതൊക്കെ ഇന്നലത്തെ പോലെ ഓർമ്മ വരികയാണ്. അപ്പം അവൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് അവൻ കാലെടുത്ത് വെക്കുകയാണ്. അവൻ മുന്നിൽ കാണുന്ന സ്വപ്നങ്ങളും അവൻ്റെ ലൈഫും ഒക്കെ അവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എത്തിപ്പിടിക്കാൻ കഴിയട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അവൻ്റെ ലൈഫിൽ നമ്മൾ അങ്ങനെ പുഷ് ചെയ്യാറില്ല കേട്ടോ. നമ്മൾ വെളിയിലൊരു സപ്പോർട്ടീവ് സിസ്റ്റം മാത്രമാണ്. അവൻ്റെ ആഗ്രഹം എന്താണോ അതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പറയുന്നത്. അപ്പം അതെ അങ്ങനെ സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം ഇവിടെ ഡൽഹിയിൽ പൊതുവെ സിഗ്നലുകളിലെല്ലാം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാവും കേട്ടോ. ഇവിടെ പൊതുവെ ഇവരെ ദൈവങ്ങളായിട്ടാണ് കേട്ടോ അവർ കാണുന്നത്. നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. വിശാഖപട്ടണത്തുണ്ടായിരുന്നപ്പോഴും ഞാനത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചും കൂടി കൂടുതലാണ് കേട്ടോ. ഇവിടെ പ്രസവിച്ച് കിടക്കുന്ന ആൾക്കാരുടെയൊക്കെ വീട്ടിൽ വന്നിട്ട് ഇവർ ഇങ്ങനെ കുട്ടീനെ കാണാൻ വേണ്ടി വരും. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പൈസയും തുണിയൊക്കെ എടുത്ത് കൊടുക്കുന്നതായിട്ടാണ് കേട്ടോ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മൾ താമസിക്കുന്ന സൊസൈറ്റിയിൽ അവരെങ്ങനെ ദൈവത്തെ പോലെ കാണുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവൻ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയിട്ടോ. ഇനി ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും. പിന്നെ ഉച്ചയാകുമ്പോഴത്തേനും എനിക്ക് വന്നാൽ മതി. അപ്പോൾ അവനെ അവിടെ കൊണ്ടുവിട്ടു. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത് കണ്ടോ, പോകുന്ന വഴിക്ക് ഇവിടെ ഇപ്പം സ്പ്രിംഗ് സീസൺ തുടങ്ങിയത് കാരണം ഇവിടെ റോഡിൻ്റെ ഡിവൈഡറിലാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം ഈ ചെടികളൊക്കെ ഇങ്ങനെ വെട്ടി നിർത്താം തണുപ്പ് സമയമാകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഈ സീസൺ ഇങ്ങനെ മാറി വരുന്ന സമയമാകുമ്പോഴത്തേന് ഇത് ഫുൾ ഇങ്ങനെ പൂത്ത് നല്ല കളർഫുള്ളായിരിക്കും കേട്ടോ റോഡ് ഫുള്ള്. പിന്നെ ഈ നിൽക്കുന്ന ഇത് കണ്ടോ, നല്ല അടിപൊളി കാഴ്ച. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കാളകളെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും ഉണ്ടല്ലോ, അതിൻ്റെ കൊമ്പ് കണ്ടോ, നല്ല അടിപൊളി കൊമ്പാണ് കേട്ടോ. ഈ കൊമ്പ് ഭയങ്കര എടുപ്പാണ് ഈ കാളകൾക്കൊക്കെ. നമ്മുടെ നാട്ടിലൊന്നും കാളകൾക്കൊന്നും ഞാനിങ്ങനെ കൊമ്പ് കണ്ടിട്ടില്ല. പിന്നെ ഇവരിങ്ങനെ നിൽക്കുന്ന എന്തിനാണെന്നറിയോ, ഇതുവഴി പോകുന്ന വണ്ടിക്കാരൊക്കെ ഇവർക്ക് റൊട്ടിയും സബ്ജിയും കൊടുക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്ന, മീൻസ് അവർ കഴിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവരെ ഗോമാത എന്നാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പം അവർ അതിൻ്റെ ഭക്തി കൊണ്ടിട്ട് അതിനെ കഴിപ്പിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് തൊട്ടൊക്കെ തൊഴുതിട്ടാണ് കേട്ടോ അവർ പോകുന്നത്. അപ്പോൾ അവരിങ്ങനെ അവരുടെ അടുത്തോട്ട് വരുന്ന വണ്ടികളൊക്കെ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവരുടെ വിചാരം. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് കേട്ടോ അവരിങ്ങനെ കാത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നെ
വന്ന ഉടനെ ഞാൻ തുണിയെല്ലാം അങ്ങ് വിരിച്ചിട്ടിട്ട് ഉണങ്ങാനുള്ളത്. പിന്നെ നേരെ അടുക്കളയിലേക്ക് കയറി. പിന്നെ തോരനും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി രാവിലെ സാമ്പാർ വെച്ചത് കുറച്ചിരിക്കുന്ന കാരണം പിന്നെ കുറച്ച് തോരനും കൂടി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്നും നോൺ വെജ് ഒന്നും നമുക്കങ്ങനെ ശീലമില്ല, അങ്ങനെ ഇവിടെ അങ്ങനെ കിട്ടാറില്ല, അതാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഒന്നും അങ്ങനെ എന്നും കഴിക്കുന്നതിനോട് ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല. അത് ഈ വീഡിയോ എടുക്കുന്ന ദിവസം നാട്ടിലിപ്പോൾ എല്ലായിടത്തും അമ്പലങ്ങളിൽ ഉത്സവം നടക്കുകയല്ലേ. ഞങ്ങളുടെ വീടിനടുത്ത് അമ്പലത്തിലും ഉത്സവമാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നാട്ടിലൊക്കെ എല്ലാവരും സദ്യയൊക്കെ കൂട്ടി ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മളിവിടെ സാമ്പാറും തോരനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലത്തെ ആ ഒരു ഉത്സവം അതൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വെളിയിൽ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. ആകെ 1-2 പ്രാവശ്യമാണ് ഈ ഉത്സവത്തിനൊക്കെ നാട്ടിൽ പോകാറ്. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷം ഈ മാർച്ച് മാസത്തിലാണ് കേട്ടോ ഉത്സവം വരുന്നത്. അത് കാരണം അങ്ങനെ പോകാൻ പറ്റാറേ ഇല്ല. ആ സമയത്ത് അവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെയാണ്. നാട്ടിൽ നമ്മൾ 2-3 വർഷം ഉണ്ടായിരുന്നു. ആ സമയത്തും ഞങ്ങൾക്ക് പോയി കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ, എക്സാമൊക്കെ ആയത് കാരണം. ഇപ്പോൾ കുറേ നാളായി നാട്ടിലത്തെ ഉത്സവം ആയാലും എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും നമ്മൾ. ഇപ്പം പിന്നെ എന്താണ്, കുറേ ലൈവും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കുറച്ചൊക്കെ നമ്മളിങ്ങനെ ലൈവൊക്കെ കാണും. പക്ഷെ അതിന് ആ ഒരു നേരിട്ട് കാണുന്നതിൻ്റെ ആ ഒരു ഗുമ്മില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എത്ര നാളായി ഉത്സവമൊക്കെ കണ്ടിട്ട്. നമ്മളങ്ങനെ ഉത്സവമോ കല്യാണമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നാട്ടിലങ്ങനെ കൂടാറേ ഇല്ല. പിന്നെ ഇപ്പോഴത്തെ ആകെയുള്ളൊരിത് എന്താണെന്നറിയോ, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്തുള്ള ആഘോഷങ്ങൾ നമ്മളങ്ങ് പങ്കെടുക്കും. ഹോളി ആണെങ്കിൽ ഹോളി, ദീപാവലി ആണെങ്കിൽ ദീപാവലി. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഹോളിയും ദീപാവലിയൊക്കെയാണ് കേട്ടോ നമ്മുടെ ആഘോഷങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. അവരുടെ ആഘോഷം ഇപ്പം നമ്മുടെ ആഘോഷമായിട്ട് മാറി. നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ നാട്ടിലത്തെ ആഘോഷമാണല്ലോ. അപ്പം മാറി നിൽക്കുന്ന കാരണം നമുക്കതൊന്നും ആഘോഷിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ദീപാവലി ഹോളിയൊക്കെ ആഘോഷിച്ചിങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മളിങ്ങനെ ശാന്തപ്പെടുത്തി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ അതെ, തോരനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ക്യാരറ്റും ബീൻസും കൂടിയുള്ള തോരനാണ് കേട്ടോ. അപ്പം അതിനുശേഷം പിന്നെ കുറച്ച് പപ്പടം കൂടി പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. ഈ പപ്പടം കണ്ടോ, ഇത് കുരുമുളക് ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ പപ്പടമാണ്. ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ നാട്ടിലത്തെ പപ്പടത്തിൻ്റെ ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് പൊള്ളിച്ചെടുക്കാൻ വലിയ പപ്പടം ആയതുകൊണ്ട് ഞാനതങ്ങ് 2ആയിട്ട് മുറിച്ചിട്ടാണ് കേട്ടോ പൊള്ളിച്ചെടുത്തത്. പിന്നെ പപ്പടവും പിന്നെ തോരനൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഉച്ചയൂണാണ് ഇന്നത്തെ. അപ്പോഴത്തേനും 12 മണിയായി. ഏട്ടൻ എണീറ്റ് വന്നു. അപ്പം ഫുഡൊക്കെ കൊടുക്കുകയാണ്. തോരനും പപ്പടവും അച്ചാറും പിന്നെ സാമ്പാറും തൈരും ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇത് തന്നെ ധാരാളമാണ്. നമുക്കങ്ങനെ നോൺ വെജ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ എന്നും നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരും അല്ല കേട്ടോ. പിന്നെ ഇവിടെ മീൻ, കടൽ മീൻ കിട്ടാത്തത് കൊണ്ട് പുഴമീൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ മീനൊന്നും ഇല്ലാത്തത്. അങ്ങനെ ഏട്ടന് ഫുഡ് കൊടുത്തിട്ട് ഞാൻ നേരെ കുളിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ പൊതുവെ കുളിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെ എല്ലാ പണികളും തീർത്തിട്ടാണ് കേട്ടോ കുളിക്കാൻ പോകുന്നത്. കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ അടിച്ചുവാരലായാൽ കൂടി എന്നെ കൊണ്ടത് പറ്റാറില്ല കേട്ടോ. എല്ലാ പണിയും തീർത്ത് വെച്ചിട്ടാണ് ഞാൻ കുളിക്കുന്നത്. കിച്ചൻ്റെ ആയാലും വെളിയിലുള്ള അടിച്ചുവാരലായാലും എല്ലാ പണിയും തീർത്ത് വെച്ചിട്ട് കുളിക്കും. കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക എന്നുള്ള ഒറ്റ പരിപാടിയുള്ളൂ കേട്ടോ. അതിന് കാഴ്ചയുള്ള ഒരു പരിപാടിക്ക് ഞാൻ കയറില്ല. പിന്നെ രാത്രിയിൽ ചപ്പാത്തിയും കറി ഉണ്ടാക്കാനാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെ റെഡി ആയിട്ട് ഇനി അവനെ വിളിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ റെഡി ആയപ്പോഴത്തേനും ശ്രീചേട്ടനും റെഡിയായി ഡ്യൂട്ടിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഏട്ടൻ ബൈക്കിലങ്ങ് ഡ്യൂട്ടിക്ക് പോയി. ഞാൻ അങ്ങനെ സ്കൂളിലേക്കും പോയി. ഞാനും നന്ദും കൂടി സ്കൂളിലേക്ക് പോയട്ടോ. അപ്പോൾ അദ്ദേഹം ഇനി സ്കൂളിൻ്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇപ്പം ഇറങ്ങി വരും. ടൈം ആയിട്ടുണ്ട്, 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ലാസ്റ്റ് എക്സാം അല്ലേ, നല്ല ഹാപ്പി ആയിട്ടായിരിക്കും നിന്നോട്ട്. ഇനി പഠിക്കണ്ടല്ലോ, ഇനി റിസൾട്ട് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് അവൻ വന്നിട്ടുണ്ട്. എല്ലാം എഴുതിയെന്നൊക്കെയാണ് അവൻ പറയുന്നത്. അങ്ങനെ അവനെ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ പോയിട്ട് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങണം. അപ്പോൾ അതേ പോകുന്ന വഴിക്ക് കണ്ടോ കുട്ടികളൊക്കെ ഹോളി കളിക്കാൻ കേട്ടോ മനസ്സ് തുറന്ന്. കാരണം ഹോളി കഴിഞ്ഞിട്ട് കൂടി ഈ ഒരു എക്സാമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്നത്തെ ദിവസമൊക്കെ അവരെങ്ങനെ പിടിച്ചിരുത്തിയിട്ടുണ്ടാവും എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട്. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ മനസ്സ് തുറന്ന് ഇങ്ങനെ ഹോളിയൊക്കെ കളിച്ച ആർത്തുല്ലസിച്ച് വീട്ടിൽ പോകാനായിട്ടോ. അപ്പോൾ അവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്യട്ടെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്.